ഇപ്പോൾ കുമ്പളത്താമണ് കാട്ടാനകളുടെ താൽക്കാലിക താവളമല്ല, സ്ഥിരം വിഹാര കേന്ദ്രം തന്നെയാണ്. സൂര്യൻ അസ്തമിച്ചാൽ മതി വടശ്ശേരിക്കര മുക്കുഴി റോഡിന്റെ ഇരുവശങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും കൈതത്തോട്ടങ്ങളിലുമായി നേരം വെളുക്കുന്നത് വരെ കാട്ടാനകൾ തമ്പടിക്കുന്നു. വടശ്ശേരിക്കര കുമ്പളത്താമണ് റോഡും ഒളികല്ല് റോഡും വഴിയുള്ള രാത്രിയാത്ര ഇപ്പോൾ ജനങ്ങളുടെ ജീവൻ പരീക്ഷിക്കുന്ന യാത്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കുമ്പളത്താമൺ വള്ളക്കടവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൈതത്തോട്ടത്തിൽ 2 കൊമ്പന്മാരും 3 പിടികളും ഒരു കുട്ടിയാനയും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആനകൾ ഫെൻസിംഗിന് മുകളിലേക്ക് മരം പിഴുതിട്ട് കറണ്ട് കട്ട് ചെയ്തു. ഫെൻസിംഗിൽ കറണ്ട് ഉണ്ടെന്ന് മനസ്സിലായാൽ അടുത്തുള്ള മരം അതിന് മുകളിലേക്ക് തള്ളിയിട്ട് ശേഷം തങ്ങൾക്ക് വേണ്ടതെല്ലാം ഭക്ഷണമാക്കി പള്ളം നിറച്ച് അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് മാറും. കാട്ടാനകൾക്ക് ബുദ്ധി കൂടുതലാണെന്ന് പറയുന്നവർക്ക് ഇതാണ് അതിന്റെ ഉത്തമ ഉദാഹരണം. ആന ഇറങ്ങിയെന്ന് അറിഞ്ഞതോടെ നാട്ടുകാരെല്ലാം സ്പോട്ടിലേക്ക് വന്നു. ഒരു വശത്ത് ഒച്ച വെച്ചും ശബ്ദമുണ്ടാക്കിയും ആനയെ തുരത്താൻ ശ്രമിച്ചു. മറ്റൊരു വശത്ത് വനപാലകരും നാട്ടുകാരും പടക്കവും തൂക്കുമായി ആനകളെ നേരിട്ടു. പക്ഷേ ഒരു തരി പോലും ഭയമില്ലാത്ത കാട്ടാനകൾക്ക് മുന്നിൽ വലിയ ശബ്ദത്തോടെ പൊട്ടുന്ന പടക്കങ്ങൾ വെറും പാഴ്വസ്തു ആണോ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഇതേസമയം ഫാമിനടുത്ത് മറ്റൊരു കാട്ടാന നാശനഷ്ടങ്ങൾ നടത്തുന്നതായി വിവരവും എത്തി. ഒരു വശത്ത് നിന്നും വനപാലകർ ആനകളെ തുരത്തിയപ്പോൾ അവ താഴെ കല്ലാറ്റിലേക്ക് ഇറങ്ങി. അവിടെ നിന്നും അക്കരെ കയറി കാട് കയറുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ നിന്നു. പക്ഷേ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അവറ്റകൾ കുറച്ചപ്പുറത്തു നിന്നും വീണ്ടും ഞങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഒട്ടും വിട്ടുകൊടുക്കാതെ ഞങ്ങൾ കൈതത്തോട്ടത്തിന്റെ നടുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. മെമ്പർ അജേഷും സംഘവും വനപാലകരും ഞാനും ചേർന്ന് തോട്ടത്തിനുള്ളിലേക്ക് കടന്നു. രാത്രി സമയം ആനകളെക്കാൾ ഏറ്റവും അപകടകാരികളായ വിഷസർപ്പങ്ങൾ ഈ കൈതത്തോട്ടത്തിലുണ്ടെന്ന് നിശ്ചിതമാണ്. അതൊന്നും വകവെക്കാതെ ഞങ്ങൾ ശ്രമം തുടർന്നു. വീണ്ടും വീണ്ടും പടക്കം പൊട്ടിച്ചു. മനുഷ്യർക്ക് കാട്ടാനകളെ ഭയപ്പെടുത്താൻ കഴിയില്ലായിരിക്കും, പക്ഷേ പരമാവധി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായി കാട്ടാനകൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. പക്ഷേ ഇത് അവസാനമല്ല എന്നുറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വീണ്ടും അവറ്റകൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും. നേരം വെളുക്കുന്നത് വരെ ഈ പ്രദേശത്ത് തന്നെ അവ ഉണ്ടാകും. ഈ തോട്ടത്തിൽ നിന്ന് ഇരുവശത്തേക്ക് പോയാലും റോഡിലേക്കാണ് എത്തുക. അടുത്ത് വീടുകളുമുണ്ട്. ഒരു വശത്ത് കടുവയും പുലിയും ഇറങ്ങി ജനങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ മറ്റൊരു വശത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിലെ ഏതു ഭാഗത്തു നിന്നും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം സംഭവിക്കാമെന്ന ഭയത്തിലാണ് ജനങ്ങൾ. രാത്രിയായാൽ ഇരുട്ടിനുള്ളിൽ നിന്നും കനത്ത ശബ്ദങ്ങൾ. ഏതു നിമിഷവും ആന മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന ഭയം. നാട്ടുകാർക്ക് ഇതിനെ ഒരു വാർത്തയല്ല, ഉറക്കമില്ലാത്ത രാത്രികളുടെ സ്ഥിരം ഭീതിയാണ്. വനംവകുപ്പ് അവരാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. വിളിച്ചാൽ ഓടി എത്തുന്നുമുണ്ട്. പക്ഷേ നിയമം അനുവദിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാലും അല്പം കഴിഞ്ഞാൽ അതേ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴുള്ള പല നിയമങ്ങളും മനുഷ്യന് വേണ്ടി തിരുത്തി എഴുതപ്പെടണമെന്ന്. അങ്ങനെയായാൽ വനപാലകർക്ക് ഇതിലേറെ ചെയ്യാനാകുമെന്നതും സത്യമാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ വടശ്ശേരിക്കര ടൗൺ പരിസരം വരെ എത്തിയതോടെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉടൻ സംഭവിക്കുമെന്ന് വ്യക്തമായി. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലിക്കൊമ്പൻ എന്ന ഒറ്റയാൻ ഇതേപോലെ ടൗണിൽ ഇറങ്ങി ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. അന്നൊരു മനുഷ്യന്റെ മരണത്തിനും ആന കാരണമായി. പിന്നീട് അത് ജഡമായി കുമ്പളത്താമണിൽ തന്നെ കണ്ടെത്തി. ഇന്ന് ആനകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടിയാന കൂടെ ഉണ്ടെങ്കിൽ ഭയം ഇരട്ടിയാകണം. രാത്രി സുരക്ഷിതമാണോ? കടുവയും പുലിയും വീണ്ടും ഇറങ്ങുമോ? കുട്ടികളെ പുറത്തേക്ക് വിടാമോ? വീട്ടുവാതിൽ തുറക്കാൻ പോലും പേടിക്കണോ? ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രം ബാക്കിയാക്കി കുമ്പളത്താമണിലെ ജനങ്ങൾ ഓരോ രാത്രിയും ഭയത്തിന്റെ നിഴലിൽ ഇന്നും ജീവിക്കുകയാണ്.